കഴിഞ്ഞ 4 ദിവസമായി. കൃത്യമായി പറഞ്ഞാൽ മാള് തന്നെ ഐസുവിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ ആ ദിവസം മുതൽ തന്നോട് ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യം. ചോദിക്കാതെ തന്നെ താൻ എന്നോട് ഷെയർ ചെയ്യുമെന്ന് കരുതി. പക്ഷെ അതുണ്ടായില്ല. ഹോസ്പിറ്റലിലെ സാഹചര്യം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ടും അതേപ്പറ്റി ഒരു അക്ഷരം താൻ സംസാരിച്ചില്ല. ചോദിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ വളരെ തന്ത്രപൂർവ്വം താൻ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അമ്പിമാമൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ സമാധാനിച്ചു. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അപ്പം ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് നമുക്ക് തുറന്ന് സംസാരിക്കാം. പറയൂ ഗീത, എന്താ അപ്പൂന് ശരിക്കുള്ള പ്രശ്നം? അപ്പവും മാളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ക്യാമ്പസിൽ ചില മോശം കമൻറ്റുകൾ പ്രചരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. തന്നോടത് ഞാൻ ഷെയർ ചെയ്യാതിരുന്നത് വെറുതെ തന്നെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ്. മാള് സൂചിപ്പിച്ചത് അതിനെപ്പറ്റി എന്തെങ്കിലും ആണോ? അതൊന്നുമല്ല വി പി അപ്പുവിൻ്റെ യഥാർത്ഥ പ്രശ്നം. എല്ലാവരും സംശയിക്കും പോലെ അങ്ങനെ മോശപ്പെട്ട ഒരു റിലേഷനും അവരുടെ ഫ്രണ്ട്ഷിപ്പിലില്ല. മാളു എന്നോടത് സത്യം ചെയ്ത് പറഞ്ഞു. പിന്നെ എന്താ അവളുടെ യഥാർത്ഥ പ്രശ്നം? കമോൺ, ടെൽ മീ ഗീത. ഞാനത് അറിയണ്ടേ? പറയാം, എല്ലാം ഞാൻ പറയാം. ഇത്രയും ദിവസം ഞാൻ ഒഴിഞ്ഞു മാറി നടന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ ബി പി എങ്ങനെയാവും റിയാക്ട് ചെയ്യാന്ന് പേടിച്ചിട്ടാ. ഗീത, കം ടു ദ പോയിന്റ്. എന്താ അപ്പൂൻ്റെ മാളുവിൻ്റെ പ്രോബ്ലം? പ്രോബ്ലം അപ്പൂൻ്റെതാ വി പി, അപ്പൂൻ്റെത് മാത്രം. അപ്പൂൻ്റെ മനസ്സിനാണ് പ്രശ്നം. എന്നുവെച്ചാ? അവൾ, നമ്മുടെ അപ്പു, അവളൊരു ട്രാൻസ് പേഴ്സണാ. വാട്ട് യു മീൻ ഗീത? നീ തെളിച്ചു പറ. സത്യമാണ് വി പി. അപ്പു ആണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാ. അത് അവളുടെ ഒരു വെറും ആഗ്രഹമല്ല, ഉറച്ച തീരുമാനമാ. അതാണ് അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നം. കുറച്ചുനാൾ മുമ്പാണ് അവൾ ഈ രഹസ്യം മാളുവിനോട് പോലും തുറന്നു പറഞ്ഞത്. കോളേജിൽ ആ ഇഷ്യൂ നടന്നില്ലേ, അന്ന് രാത്രിയിൽ ഹോട്ടൽ റൂമിൽ വച്ച്. അതിന്റെ ഷോക്കിലാണ് ഇപ്പോഴും മാളു. നമ്മുടെ അപ്പുവിനെ പറ്റിയാണോ? അവളൊരു ട്രാൻസ് പേഴ്സൺ ആണെന്നോ അപ്പുവോ? എന്നിട്ട് താനതൊക്കെ വിശ്വസിച്ചോ? ശേ, ഒന്നുമില്ലടോ. അവള് നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണ്. അന്ന് അരുണിന്റെ കാര്യം പറഞ്ഞ് അവള് നമ്മളെയൊക്കെ കളിപ്പിച്ചില്ലേ? അതുപോലെ ഒരു നുണയാണിത്, പെരും നുണ. അതൊക്കെ വിശ്വസിക്കാൻ തന്നെ പോലൊരു മണ്ടിയും. നുണയല്ല വി പി, അത് സത്യവാ. എന്ത് സത്യം? എവിടെ സത്യം? ഒന്നുമില്ലടോ, ഞാൻ പ്രൂവ് ചെയ്ത് തരാം. എവിടെ അവള്? ഞാനൊന്ന് സംസാരിക്കട്ടെ അവള്. പ്ലീസ് വി പി, ഇപ്പൊ അവളോടൊന്നും ചോദിക്കരുത്. ഞാനാ പറയുന്നേ. ഒരു കുഞ്ഞ് നുണ പറയുന്നതും സത്യം പറയുന്നതും അതിന്റെ അമ്മയ്ക്ക് കേട്ടാ മനസ്സിലാവും. മാളു പറഞ്ഞത് സത്യമാണെന്ന് അപ്പു എന്നോട് സമ്മതിച്ചു കഴിഞ്ഞു. കുറച്ചു മുമ്പ് അവളുടെ മനസ്സെന്താണെന്ന് അവൾ എന്നോട് വ്യക്തമാക്കി കഴിഞ്ഞു. ബി പി വിഷമിക്കണ്ട.
നമുക്ക് സാവകാശം അവളോട് സംസാരിക്കാം. ഞാൻ മാറ്റിയെടുത്തോളാം അവളെ. മാറ്റിയെടുത്തല്ലേ പറ്റൂ നമുക്ക്. അതിന് സമയവും സാവകാശവും വേണം. ഇങ്ങനെ തളർന്നു പോകല്ലേ വി പി. തോറ്റു പോകും നമ്മള്. വി പി കൂടെ ഉള്ളത് അതിന്റെ ധൈര്യം. നമ്മൾ വേണം അവളെ തിരിച്ചു കൊണ്ടുവരാൻ. സാരമില്ല, ഞാനല്ലേ പറയുന്നേ. എല്ലാം നമുക്ക് ശരിയാക്കാന്നേ.